ഹലോ, വേഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ശർക്കരപ്പിടി ഉണ്ടാക്കാം. കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ശർക്കരപ്പിടി. നമുക്കതിനാദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം വേണ്ട തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ജീരകം, ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകവും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനകത്ത് തേങ്ങ അതിനകത്ത് കടിക്കാൻ വേണ്ടി കിട്ടണം. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കണം. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് പൊടി എടുത്തേക്കണം. ഇനി പൊടി നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടില്ലേ, അതുപോലെ നമ്മൾ വാട്ടിയെടുക്കണം. പൊടി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം പൊടിയെ. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ എളുപ്പത്തിനാക്കി വെച്ചേക്കണതാണ് ഇങ്ങനെ. ഇനി കുഞ്ഞി ചെറിയ ചെറിയ ബോൾസുകളാക്കി നമ്മളിതിനെ എടുക്കണം. അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ബോൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് മൊത്തം ഇങ്ങനെ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. അങ്ങനെ മൊത്തം ബോൾസായിട്ട് ഉരുട്ടിയെടുത്തേണ്ട. ഏറ്റവും ചെറുതുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. പിന്നെ നമുക്ക് ആ പൊടി വാട്ടിയ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും ജീരകവും ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് ശർക്കര നന്നായിട്ട് മെൽറ്റ് ആവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ശർക്കര മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾസ് ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. ശർക്കരപ്പാനിയിലിട്ട ബോൾസ് ഒന്ന് വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഗ്യാസ് സിമ്മിലേക്ക് ഇടണം. എന്നിട്ട് ശരിക്കും വെന്തതിന് ശേഷം ഒരു പാത്രത്തിൽ അരിപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കി വെക്കണം. കാരണം ഇതിന് ഇച്ചിരി കട്ടി കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ഇച്ചിരി പൊടിയും കൂടെ കലക്കി ഊറ്റിയാലാണ് അത് നന്നായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പൊടിയും കൂടെ ഊറ്റി നന്നായിട്ട് വേവണ ഒരു ഒന്ന് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റോടെ കുറച്ചിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല ടേസ്റ്റാണ്. നമ്മൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റ്.